കാർ എവിടെയാണ് പൊന്നു? വായോ വായോ. കാസിമിന്റെ ചെരുപ്പ് ഏതല്ല, സോറി അജുവിന്റെ ചെരുപ്പ് കളഞ്ഞ് പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ സൈക്കിളും വണ്ടി പാർക്ക് പോയിട്ട് ആർക്കും കൊടുക്കണം കേട്ടോ ജോ. ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം. കൊടുക്കട്ടെ? വേണ്ട, രണ്ടും കൊടുക്കണം കേട്ടോ ജോ. ആർക്കും കൊടുക്കണേ? രണ്ടും കൊടുക്കണം. നീങ്ങിരിക്കും അക്കു, നീങ്ങിരുന്നേ. അജിക്ക് വണ്ടി കിട്ടിയില്ലേന്നാണ് ഓള് പറയണത്. നന്ദക്കെന്താ കോപ്പം? ചെവി ഒത്തിട. നന്ദക്കെന്താ കോപ്പം? ഞാനും പത്തി. നന്ദക്കെന്ത് കോപ്പം? ഒന്നും കേക്കൂല നന്ദ. നന്ദ ചെവി പൊത്തി പിടിച്ചിരിക്ക. ഞാൻ കാണിച്ചതാ. അങ്ങനെ തന്നെ അജിക്കും വേനക്കുണ്ടാവും. അമ്മയ്ക്ക് വേണ്ട. അമ്മയ്ക്ക് കമ്മല് വേണ്ട, അജിക്ക് കൊടുക്കും. എന്താടാ എടാ, കമ്മിയാടാ. ഇങ്ങോട്ടോ കയ്യമിട്ട മൊത്തമായിട്ട്, കയ്യമ്മ മൊത്തമായിട്ട് ഇട്ട. എന്താ സാധനം? ഇതാണ് ക്രിസ്മസ് ട്രീ. നോക്ക്, ക്രിസ്മസ് ട്രീ ഉണ്ടോ? ആ, അങ്ങോട്ട് കയറരുത്, അത് അങ്ങോട്ട് ഇറങ്ങുന്ന കേട്ടോ. എന്താക്കു ചെയ്യുന്നത്? പറിച്ചെടുക്കല്ലേ പൊട്ട, ഇഞ്ചി പൊട്ട കെട്ടിട്ട് തല്ലും പോര്. അങ്ങോട്ടല്ല പോണ പൊന്നു, അങ്ങോട്ട് കയറണം, അങ്ങോട്ടല്ല. എന്നാ കയറും. ഞങ്ങൾ ഇതിലെ പോണോ? അമ്മ ഇവിടെ തന്നെ വരുന്നത്. ഇതാരാ? എന്താ ഇതാരാ? വണ്ടി ഇവിടെ അല്ല എടുക്കുക, വണ്ടി പാർക്കിലെടുക്കുക. നീ ഇറങ്ങും, നടക്ക്. വണ്ടി പാർക്കിലെടുക്കുള്ളൂന്ന്. വണ്ടിയിൽ അത് ഉള്ളിൽ കയറുക. അപ്പോഴേക്ക് അജിമാമിനോട് അമ്മ പറയാം. ശരി, അതാ ഡോറ് തുറന്നു. ഇനി നമുക്ക് വേണ്ടി തുറക്കൂല, അടയ്ക്കും, വാതിലടയ്ക്കും അവര്. ഇതാ ഇല്ല അതാ ചേട്ട പറയും, ചേട്ട അടിക്കും. ആ, അമ്മ അടുത്ത് തരാം. വാ, വേറെ വണ്ടി ഇവിടുന്ന് വാങ്ങിക്കാം. വാ, പുതിയ വണ്ടി വാങ്ങിക്കാൻ വന്നതാ. അജു
വണ്ടി ഓരോ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് വണ്ടി കയറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇറങ്ങി അതെന്താ ചെരുപ്പുമ്മേ മാറിക്കടാ. കടക്ക് വേണ്ട അല്ല പറഞ്ഞേ. പഞ്ഞി പോലെ ഉണ്ടല്ലേ, സോഫ്റ്റ് അല്ലേ? ആ ആ കണ്ടു. തല തല തലമുട്ട സുഭാഷ് ഏട്ടാ, ഇത് ഞാനെടുത്താലോ? സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടാ, ഒന്നും പറഞ്ഞില്ല. ഇത് ഞാൻ ഇട്ടോളാം. ഇതിനൊന്നും പറഞ്ഞില്ല. ഇതാ ഈ ചെരുപ്പിന്, ഇതാ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട്. ദുഷ്ടാ, ചെരുപ്പിട്. ഇവിടുന്ന് ചെരുപ്പിട്ടില്ലെങ്കിൽ അവരടിക്കുമ്പോ തുള്ളണ്ട. പോയിട്ട് ചെരുപ്പിട്. അവിടെ ഊരിയിട്ട ഷൂ എടുത്തിട്. ആ ഷൂ ഇട്, നിന്റെ ഷൂ ഇടോ. ഈ ഷൂ ഒക്കെയാണോ വേണ്ടത്? ഏതാ വേണ്ടത്? ബ്ലൂ കളറോ? ഏതാ ബ്ലൂ? ഇതാണോ? ഇതാണോ? വല്ലാത്തൊരു ബ്ലൂ ആയല്ലോ. നന്ദ വിചാരിച്ചു അത് ബ്ലൂ കളറാണെന്നല്ലേ. അത്രയും വേണ്ട, ട്രൗസർ പൊട്ടിപ്പോവും. ട്രൗസർ പൊട്ടിപ്പോ എണീക്ക് മതി. തട്ടി കൊടുക്കണം. അജോജോ എടാ, ഇനി അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എങ്ങനെ ഇരിക്കും? ഇപ്പൊ ഇരിക്കാൻ പറ്റുമോ? മേലെ ഊരെടുത്തിട്ടാ. ആ കളഞ്ഞു. ഊരണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒട്ടിക്കേണ്ടി വരും. എല്ലാം പോലെ എവിടെ ചെന്നാലും ചെരുപ്പം. ഈ ആൺകുട്ടിയാണോ പെണ്ണെ? ഈ ആൺകുട്ടിയാണോ? പിന്നെ കേട്ടോ പറഞ്ഞത് ഒരു കുന്തമാണ്. നല്ല ആരാ എന്നെ വഷളാക്കി? അജിയാണോ? പണ്ടത്തെ സാധനമൊന്നുമല്ല, എപ്പോഴും ഉണ്ടത്. ഇതൊന്നും പണ്ടത്തെ സാധനമല്ല, ഇപ്പോഴും ഉണ്ട്. നശിപ്പിച്ചേ പരിചയമുള്ളൂല്ലോ. അതാ ഉന്തി കൊണ്ടുപോകണം എൻ്റെ മോള്. ഇവിടെ പൊട്ടത്തിയെ ഇവിടെ നോക്കിയിട്ട് ഇവിടെ വലിക്കുക. കളറ് ഈ സ്വിച്ച് ഇങ്ങനെ നെക്കാൽ പൊക്ക ചെയ്യാം. മനസ്സിലായോ? ഞെക്കിയിട്ട് താഴ്ക്കുക. ഇവിടെ ഞെക്കി പിടിക്കുക, ഇവിടെ ഞെക്കി കൊടുക്കുക. ഓടണ്ട കേട്ടോ. അമ്മനെ ഒന്നും കാണൂലട്ടോ. പിന്നെ ഓടിപ്പോയാലേ അമ്മേനെ കാണൂല കേട്ടോ. അൻ്റെതൊക്കെ വലിച്ചു പിടിച്ചാൽ മതി, ഇന്നെ വലിച്ചു പിടിപ്പിക്കണ്ട. നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നമ്മൾ മറന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അറിയാതെ ഇങ്ങനെ വിട്ടുപോകും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ ഞാൻ കണ്ടില്ലേ, സ്റ്റില്ലായിട്ട് ഇങ്ങനെ നടക്കും. അറിയില്ലല്ലോ. എന്നോട് വലിച്ചു പിടിക്കാൻ കേട്ടോ എല്ലാവരും. പക പോക്ക് തന്നെയാണ്. ഭംഗിയുണ്ട്, പക്ഷെ ഇപ്പം നന്ദയ്ക്ക് വാങ്ങിക്കാൻ ഞാൻ സമ്മതിക്കൂല. കാരണം ഞാനൊരു സാധനം പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ
അതിനെടുത്ത് ഒളിച്ചെന്നുണ്ടാവൂലേ ഈ വാക്കു അക്കു വാ. വന്നൂല്ലേ വന്നല്ലോ. ഡെപ്പോസിറ്റും ഉണ്ട് അവിടെ രണ്ടും ഉണ്ട്, ഡെപ്പോസിറ്റും ഉണ്ട്. കുട്ടികൾക്ക് ഫോൺ കൊടുത്താൽ പോലീസ് വരൂല്ലോ ഇവിടെ. പോലീസ് വരും. കുട്ടികൾ ഫോൺ എടുത്താൽ പോലീസ് വരും കേട്ടോ. അപ്പോൾ ക്യാമറേന്റെ ഉള്ളിൽ കൂടെ കാണട്ടെ മീനൊന്ന്. ഇത് ഓർമ്മ ഉണ്ടോ സൂന്? നന്ദേനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പം ഇതൊരു സാൻഡ്വിച്ചും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി തരായിരുന്നു. ഇപ്പൊ ഭയങ്കര വെയിറ്റാ, മിക്ക ദിവസങ്ങളിലല്ല ഇടയ്ക്കിടയ്ക്ക്. അതിന്റെ ഓർമ്മയാണത്. സാൻഡ്വിച്ചോ കേക്കാത്ത പോലെ പോണോക്ക്. ഇപ്പൊ പൊളിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മള് കാറുന്ന് കേട്ടോ, കാറുന്നാണേ. ഇവിടുന്ന് ഓപ്പൺ ചെയ്യരുത് കേട്ടോ. എന്താ തുറക്കരുത്, അത് കുലുക്കരുത്, അത് പൊടിഞ്ഞു പോവും. അത് വേണ്ട, അത് ഓരോണ്ടായി, അത് വേണ്ട. ബില്ലടിക്കട്ടെ. ഹായ്. മതി മതി മതി, താങ്ക് യു. പാവാജി കയ്യിലിട്ടെടുത്ത നോക്കിയിട്ടുള്ളൂ. അന്നെ പേടിയാണ്. ഒന്ന് തരാനാടാ എന്നാടാ. അതെന്താ എനിക്ക് രണ്ടെണ്ണം, എനിക്ക് മൂന്നെണ്ണം തന്നു. അനക്ക് ഒന്ന് തന്നപ്പോ വാങ്ങിക്കാൻ എന്താ പറ്റിയത്? അല്ല ഒന്ന് തന്നപ്പോ എന്തേ വാങ്ങിക്കഴിഞ്ഞു? ഒന്നിക്ക് ആദ്യം ഇങ്ങനെ എടുത്തതാണ്, കയ്യിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള കയ്യിലിട്ടിട്ട് ഒന്ന് മാത്രമേ ഇഷ്ടമല്ല. ഇപ്പുറത്ത് ഒളിച്ചിക്കാനോ? എവിടെ അമ്മ ഒളിക്കണ്ടേ? ഇവിടെയാണോ ഒളിക്കണ്ടേ? കണ്ടേ, എണീക്കോ എണീക്കോ. കണ്ടേ, ഇവിടെ ഉണ്ടായിരുന്നു. വടിതാ, വികൃതി ആയിരുന്ന കുട്ടികൾക്കുള്ള വടി ഇതാ. കാണ് വടി കാണ്, വടി കാണാ. അതാ കടിക്കുന്ന കുട്ടികൾക്കും വടിയില്ലേ? ചെവിന്നുള്ള ചെവി കടിച്ചു. അതെ, അവര് വടി എടുത്തോളാം അടിക്കാൻ വേണ്ടിട്ട്. അടിക്കാനുള്ള വടിയാന്ന് പറഞ്ഞ ആ ദേഷ്യത്തിന് എന്റെ കൈ അത് വീട്ടുന്നില്ലടാ. ഞാൻ വിചാരിച്ചതിന് എന്തെങ്കിലും പറ്റീന്ന്. കറിയുണ്ടല്ലോ, കൊടുത്ത് അടി കൊടുത്തോ? ഒക്കെ സങ്കടം വന്ന് കടിച്ചു കഴിഞ്ഞിട്ട്. ഇല്ലല്ല, ഇനി ഞാൻ മിണ്ടൂല. എന്നെ കടിച്ചോണ്ട് ഇനി ഞാൻ മിണ്ടൂല. വടി എടുക്കുമെന്ന് പറഞ്ഞപ്പോഴേ ആ ദേഷ്യം എന്റെ കയ്യമ്മ കടിച്ചത് വിടുന്നില്ലായിരുന്നു. കടിച്ചവിടെ പിടിച്ചു. ഇനി ഞാൻ ഈ കുട്ടീനോട് മിണ്ടൂല. അതാണ് ഞാൻ ചെയ്യാൻ പോണേ.
ആക്കിയത് ചിക്കിടെ. കാരണം എന്താ അറിയോ, ജിതേമാരിയാണ് കുട്ടി മനസ്സിന് ദേഷ്യം ഉണ്ടാകും. തീർന്നു കഴിഞ്ഞാൽ കുട്ടി ഓക്കെ ആയിക്കോ. നിന്നോട് അതായത് ഡയലോഗല്ല പറയുന്നത്. എനിക്ക് മനസ്സിന് ദേഷ്യം ഉണ്ടാകും, തീരുമ്പോൾ ഓക്കെ ആവും. അന്നൊക്കെ മനസ്സിന് സങ്കടം ദേഷ്യമുണ്ട്, തീരുമ്പോൾ ഓക്കെ ആവും. ഓളെന്തിനാ സങ്കടപ്പെടുന്നേ? ഓളെല്ലാരും കൂടി അവിടുന്ന് നിങ്ങൾ ചില്ലറക്കാരോട് അടിക്കാൻ പറഞ്ഞു കുട്ടീനെ. അപ്പൊ കുട്ടിക്ക് നാണക്കേടായി. ഞങ്ങൾക്ക് 2.5 വയസ്സിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അമ്മ പോട്ടെ അല്ലാതെ അതിന്റെ ഒരു സോറി പറഞ്ഞു. പാർക്കിൽ കൊണ്ടുപോയി ചോദിച്ചോക്കെ. പാർക്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സോറി വേണ്ട. 2 വണ്ടി ഇറങ്ങാൻ നിൽക്കടാ, 2 വണ്ടി ഇറങ്ങാൻ നിൽക്കാം. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാതെ ചെയ്താന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? കള്ളത്തരാണ്, കള്ളത്തരം. കള്ളിയല്ലേ, കള്ളിയാണ്. അങ്ങനെ ശ്രീ കുഴപ്പമില്ല, സ്വന്തം കുട്ടിയല്ലേ. കഴിക്ക്. ഞാൻ തമാശയായി പറയല്ലോ കേട്ടോ, നല്ല വേനിച്ചു. എല്ലാവരും ഇപ്പോൾ പറയും നല്ലതാണ് വളർത്തുദോഷം. വളർത്തുദോഷം എന്താണെന്നറിയില്ല, പെട്ടെന്ന് കുഞ്ഞിങ്ങനെ സ്റ്റക്കായ പോലെ. ഞാൻ പേടിച്ചു പോയി. അവൾ വാശിയാണോ സ്റ്റക്കായതാണോ എന്തേലും നമ്മളിങ്ങനെ പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. കാരണം അയാൾ തല്ലെന്ന് പറഞ്ഞ് സ്കെയിലെടുത്തപ്പം ആ ദേഷ്യത്തിനാണോ ഇനി ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ എന്താ പറയുക, സ്റ്റക്കായി പോവാന്ന് പറയില്ലേ, കുട്ടികൾ സ്റ്റക്കാവാന്ന് പറയില്ല, അങ്ങനെ ആയ പോലെ തോന്നി. വാശിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നല്ല അടീൻ്റെ കുറവുണ്ട്. ഞാൻ അവിടെ നിന്ന് തല്ലിയൊന്നുമില്ല കേട്ടോ, അവിടെ നിന്ന് അത്രയും ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ ആകെ എനിക്ക് വേദനിച്ചിട്ട് നല്ല വേദന ഉണ്ട് കേട്ടോ. കൈ ഒരു പല്ലിൻ്റെ കുത്ത് കാണാം അവിടെ. ഈ ഇങ്ങനെ തൊടാൻ വയ്യ, ചതഞ്ഞു പോയി തോന്നുന്നു വിരല്. ഓള് കളിക്കാൻ ഓടിപ്പോയിട്ടോ. ഓള് ചോറി പറഞ്ഞിട്ട് ഓൾക്കത് കഴിഞ്ഞു. ഓള് കളിക്കാൻ ഓടിപ്പോയി. ഒന്ന് കുനാഫ എന്ന് പറഞ്ഞ രസമല്ല, മധുരല്ല. കുനാഫയ്ക്ക് ഇത്ര ഉറപ്പൊക്കെ എന്താണ്, മരക്കഷ്ണോ? കൊള്ളില്ല, കൊള്ളില്ല. ഇതല്ല കുനാഫ. എനിക്കറിയാം, ഇത് ബബൂസി അങ്ങനെ എന്തോ സാധനം. എനിക്ക് എന്തോ മധുരം തിന്നാൻ തോന്നി, അതുകൊണ്ട് വാങ്ങിച്ച. എന്തേ പറ്റില്ല, കേറിക്കോ, അമ്മ പിടിക്കാം. രണ്ട് കുരങ്ങന്മാരാ എൻ്റെ കുട്ടികൾ. രണ്ട് ഊതൽ ഊതിയിട്ട് പോയി. കാരണം ഓളെ കൈ മുറിഞ്ഞപ്പോൾ ഞാൻ 2 വട്ടം ഊതിയിട്ട് സാരല്ല പറഞ്ഞത്. അതേപോലെ എൻ്റെ കൈ നോക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് 2 ഊതൽ ഊതിയിട്ട് സാരല്ല എന്ന് പറഞ്ഞിട്ടൊരു പോക്ക്. അമ്മയ്ക്ക് കൈ കൊണ്ട് വയ്യ. അങ്ങോട്ട് നോക്ക്. എന്തിനാ അമ്മേനെ കടിച്ചത്? എന്തിനാ കടിച്ചത്? ഇനി കടിക്കോ? ഇനി ആരെങ്കിലും കടിക്കോ? പിന്നെ ഊതിയാ മാറുമല്ലോ. നന്ദക്കുട്ടീൻ്റെ കയ്യിൽ മുറിയാവുമ്പളേ ഞാൻ ഊതി കൊടുത്തിട്ട് മാറിയില്ലേന്ന് ചോദിക്കലുണ്ട്. അതേപോലെ എന്നോട് ഊതി തന്നിട്ട് മാറിയില്ലേന്ന്. ആ, കാലിങ്ങനെ നീട്ടിയിട്ട് മേലേക്ക് ആക്കണം എന്നല്ലേ? ഇറങ്ങണോ? അമ്മ മയിലിനെ കാണിച്ചു തരാം. എവിടെ അറിയോ? വാ. വെറുതെ പറയുന്നല്ല,
ശരിക്കും ഉണ്ട്, കാണിച്ചാൽ കൈ പിടിക്കണം, ഓടണ്ട. കണ്ടോ? ഇപ്പൊ വെറുതെ പറഞ്ഞതല്ല, മനസ്സിലായോ? ചെറിയ പീലി ഉണ്ട്. എന്താ വാല് നോക്ക്, ഇതാ മയിൽപ്പീലി അതാക്കണ ബാക്കില്. ഇത് പെൺമയിലാണ്, അല്ലല്ല ആൺമയിൽ തന്നെ തോന്നുന്നു അല്ലേ? കൊത്തൂട്ടോ, ഈ എന്നെ കടിച്ച പോലെ കടിക്കും അത്. ഈ കുട്ടിയാണ് കേട്ടോ എന്നെ കടിച്ചത്. മയിലമ്മേ, ഈ കുട്ടിയാണ് കേട്ടോ എന്നെ കടിച്ചത്. പറയട്ടെ, നിന്നെയും കടിക്കാൻ പറയട്ടെ. ഓടിപ്പോയിട്ടോ. അക്കുവിനെ കണ്ടപ്പോ വേഗം ഇറക്കാൻ വന്നാ അല്ലേ? അക്കോ, അന്റെ ഒരു വിധി. യമ്മന്റെ കൂട്ട് പൂച്ചയാണോ? നിങ്ങൾ വന്നില്ലല്ലോ, പാർക്ക് കണ്ടപ്പോ നമ്മളെ കൂടിപ്പോയില്ലേ? പിന്നെ എന്നോട് സ്നേഹമുണ്ട്, ഒന്ന് ഇരുന്ന് നോക്കി. ആര് പറഞ്ഞു? പിന്നല്ലാതെ. ആ കവർ ഇങ്ങോട്ട് കട്ടിക്കേ. എവിടെ നന്ദ? ഇതേ പോയി പാവട്ടോ, അപ്പൊ തപ്പിപ്പോയേ. മതി മതി, പോവാ വാ. എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? കുഞ്ഞു കടിയല്ലേ കടിച്ചത്? ഞാൻ അങ്ങനെ ഒന്ന് കടിച്ചു തരുന്നുണ്ട് കേട്ടോ, വീട്ടിലെത്തട്ടെ കേട്ടോ. എനിക്കൊരു കുഞ്ഞു കടി. കടിക്കാൻ പറഞ്ഞു, കടിച്ചു. ഞാനല്ലല്ലോ. അമ്മമാരെ കടിച്ചോണ്ട് ഇന്ന് പാർക്കിൽ വീണല്ലോ. ഒരു കുട്ടി ഉന്തി അങ്ങോട്ട് ഇട്ടു, പടക്കോ പറഞ്ഞങ്ങോട്ട് വീണ്. കവളത്ത് തട്ടി ആ കുട്ടി, ഊഞ്ഞാലാടുന്ന കുട്ടീൻ്റെ അടിക്കൂടെ ഓടി.